രണ്ടുപേരുടെ മുഖത്തടക്കം ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അവർക്ക് അൺകോൺഷ്യസ് ആയ അവസ്ഥയിലാണോ അബോധാവസ്ഥയിലാണോ എന്നറിയില്ല. അപ്പോൾ അവരെയാണ് ഏറ്റവും ആദ്യം ആശുപത്രിയിലേക്ക് എത്തിച്ച് അവർക്കാണ് ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകേണ്ടത്. അവരെയാണ് ഏറ്റവും ആദ്യം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബാക്കി ശേഷിക്കുന്ന ആളുകളെയാണ് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ തലയിലടക്കം ഇപ്പോൾ നിസ്സാരമായി പൊള്ളലാണെങ്കിൽ കൂടി അവരുടെ തലയിലടക്കമാണ് പൊള്ളലേറ്റത്. അത്തരം നിസ്സാരമായി പൊള്ളലേറ്റിയ ആളുകളെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ പരമാവധി ചികിത്സ ആവശ്യമായ ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ തന്നെ സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരുടെ അവസ്ഥയെ സംബന്ധിച്ചാണ്. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ദയനീയമായ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയേറെ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. നമുക്കറിയാം അതിനുള്ളിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ നേരത്തെ ഈ പോർട്ട് ഓഫീസർ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ്. അത് ദ്രാവകമായിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഖരവസ്തുക്കളായിക്കോട്ടെ, വിഷാംശം നിറഞ്ഞ വസ്തുക്കളായിട്ട് ഇതൊക്കെ തന്നെയാണ് ഈ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ, പൊള്ളലുകളൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തലക്കിടയ്ക്ക് പൊള്ളലേറ്റ ആളുകളുണ്ട്, പക്ഷേ ചിലരുടെ പരിക്ക് നിസ്സാരമാണ്. പക്ഷെ അവരെ അടക്കം വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് മംഗളൂരുവിലെ AJ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന ആളുകളുണ്ട്. അവരെ നിലവിലെ അവസ്ഥയിൽ അവരെ ഹോട്ടലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർ ഏത് രാജ്യക്കാരാണ് എന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. കാരണം കണ്ടാൽ മനസ്സിലാകുന്ന അവസ്ഥയിലായിരുന്നില്ല. ഏതിലും അവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. AJ ആശുപത്രിയിൽ ഈ പ്ലാസ്റ്റിക് സർജറി അടക്കം ഉള്ള ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ തോതിൽ അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും നൽകുക എന്ന് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ രീതിയിൽ ഇപ്പോൾ ചികിത്സയൊക്കെ തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പരിക്കേറ്റവരല്ലാത്തവരെയാണ് നമുക്ക് ഒരുപക്ഷെ അവരെ കാണാൻ കഴിയുമോ എന്നറിയില്ല. അവരിപ്പോൾ ഏതായാലും സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്കുള്ള വിശ്രമമൊക്കെ ആവശ്യമായി വരും. ആ വിശ്രമമൊക്കെ ആവശ്യമായി, കാരണം രക്ഷപ്പെടുക എന്നത് വലിയ ദൗത്യമായിരുന്നു. അവർക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ഓരോരുത്തരും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിശ്രമം അനുവദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുക തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും ഏറ്റവും നമ്മൾ ആശങ്കപ്പെട്ടത് ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താകും, അവർക്ക് കൃത്യമായ ചികിത്സ വളരെ പെട്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്കത് ആശ്വസിക്കാം. കൃത്യമായ ചികിത്സ അവർക്ക് ഉറപ്പുവരുത്താൻ അവരെ തീരത്തേക്ക് 10:50 കൂടിയാണ് INS സൂറത്ത് മംഗളൂരു തുറമുഖത്തെത്തുന്നത്. 10:50 അതിനുശേഷം വളരെ വേഗം അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ആംബുലൻസിൽ ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് അതിവേഗം AJ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു എന്നതാണ്. ഇതിലും എല്ലാവർക്കും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.